വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. അഖില മിസ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ എല്ലാവരും ബേസിക് സയൻസ് എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഒന്നിച്ചു നിൽക്കാം, ലിവിങ് ഇൻ ഹാർമണി അല്ലെ. അതിനകത്ത് നിന്ന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള, ഇനി ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ ഒട്ടും സമയം കളയാതെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് പോവാണ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രിപ്പയർ 4 ഫുഡ് ചെയിൻസ് യൂസിങ് ദ ഫോളോയിങ് ഓർഗാനിസം. ഒരുപാട് ഓർഗാനിസത്തിന്റെ പേരുകൾ അവിടെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് തയ്യാറാക്കുക? 4 ഫുഡ് ചെയിൻസ് തയ്യാറാക്കുക. അതിന്റെ ബി പാർട്ട് ഇതാണ്: വിച്ച് ഈസ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ഓൾ ഫുഡ് ചെയിൻസ്. എല്ലാ ഫുഡ് ചെയിൻസിന്റെയും ഫസ്റ്റ് ലെവലിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. അത് ആരായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. മലയാളത്തിൽ മിസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? 4 ആഹാര ശൃംഖലകൾ തയ്യാറാക്കണം. ഓരോ ആഹാര ശൃംഖലന്റെയും ആദ്യത്തെ കണ്ണി ആരാണെന്ന് എഴുതിയിരിക്കണം. നമ്മൾ നോക്കാം അല്ലെ, ജീവികൾ ഏതൊക്കെയാണെന്ന്. നമ്മുടെ മാനുണ്ട്, നെല്ലുണ്ട്, പാമ്പ്, മുയൽ, തവള, മയിൽ, എലി, ക്യാരറ്റ്, സിംഹം, പരുന്ത്, പുല്ല്. ഇത്രയും ജീവികളുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, നമുക്ക് 4 എന്നല്ല, നമുക്ക് ഒരുപാട് ഫുഡ് ചെയിൻസ് ഇതിന്റെ അകത്ത് എഴുതാൻ പറ്റൂ അല്ലെ. പക്ഷെ നമ്മളെ ക്വസ്റ്റ്യൻ 4 എണ്ണായതുകൊണ്ട് നമുക്ക് എത്ര എണ്ണം മതി? 4 എണ്ണം മതി. ഓരോന്നും ഇത് നോക്കിയാലോ. ആദ്യത്തെ ഇതാണ് ഗ്രാസ് അല്ലെ. നമ്മുടെ പുല്ല് ആര് കഴിക്കുന്നു? നമ്മുടെ മാൻ കഴിക്കുന്നു. മാനിനെ എന്ത് കഴിക്കുന്നു? നമ്മുടെ ലയൺ കഴിക്കുന്നു. അടുത്ത എന്താണ്? ക്യാരറ്റ് റാബിറ്റ് കഴിക്കുന്നു. റാബിറ്റിനെ നമ്മുടെ ലയൺ കഴിക്കുന്നു. ഈ പറഞ്ഞിട്ടുള്ള ക്യാരറ്റ് തന്നെ ആര് കഴിക്കുന്നു? റാറ്റ് കഴിക്കുന്നു അല്ലെ. എലി കഴിക്കുന്നു. എലീനെ ആര് കഴിക്കുന്നു? സ്നേക്ക് കഴിക്കുന്നു. സ്നേക്കിനെ നമ്മുടെ ഈഗിൾ അല്ലെ, പരുന്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നു? കഴിക്കുന്നു. ലാസ്റ്റ് വൺ എന്താണ്? നമ്മുടെ പുല്ല് അല്ലെ, ഗ്രാസ് ആര് കഴിക്കുന്നു? റാബിറ്റ് കഴിക്കുന്നു. റാബിറ്റിനെ ആര് കഴിക്കുന്നു? നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലയൺ കഴിക്കുന്നു. അപ്പൊ മാറി മാറി നമുക്ക് എന്ത് തയ്യാറാക്കാൻ പറ്റും? ഫുഡ് ചെയിൻസ് അല്ലെ, ആഹാര ശൃംഖലകൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ആഹാര ശൃംഖല അല്ലെങ്കിൽ ഫുഡ് ചെയിൻ നിങ്ങളെടുത്ത് ചോദിക്കാതിരിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണല്ലോ. അപ്പൊ മക്കൾ എന്ത് ചെയ്യാ? ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് വന്നിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫുഡ് ചെയിന്റെ ആദ്യത്തെ കണ്ണി അല്ലെ, ഫസ്റ്റ് ലെവൽ ആരാന്നാ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ എത്ര ഫുഡ് ചെയിൻ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ആ ഫുഡ് ചെയിന്റെ ആദ്യത്തെ ലെവൽ അല്ലെ, ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് ആരായിരിക്കണം? നമ്മുടെ ഹരിത സസ്യങ്ങൾ അല്ലെ, നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആയിരിക്കണം എപ്പോഴും ഫസ്റ്റ് ലെവലിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഇങ്ങനെ എഴുതി 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 പോകുന്ന സമയത്ത് അവസാനം വരുന്ന ആളുകൾ പൊതുവെ ആരായിരിക്കും? മാംസാഹാരികളായിരിക്കും അല്ലെ, നമ്മുടെ കാർണിവോർസ് ആയിരിക്കും. ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം? സസ്യം മാത്രം കഴിക്കുന്നവരെ ഇടാം, രണ്ടും കഴിക്കുന്ന അല്ലെ മിശ്ര ആൾക്കിട്ടുള്ള ആളുകളെ, മിശ്ര ഭോജികളെയും നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ആദ്യത്തെ കണ്ണി എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് അഥവാ ഹരിത സസ്യങ്ങളിലാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ആലോചിക്കുക, ഇവരൊക്കെ എന്താണ്? ഉൽപാദകരാണ് അല്ലെ. ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ മക്കളെ? നമ്മളെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദ ഡിഫറെന്റ് ഫാക്ടേഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം ഒബ്സർവ്ഡ് ബൈ എ ചൈൽഡ് ആർ ഗിവൺ ബിലോ. ഒരു ചൈൽഡ് അല്ലെ, ഒരു കുട്ടി നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു ആവാസ വ്യവസ്ഥയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ടു വിച്ച് ഇക്കോസിസ്റ്റം ഡു ദീസ് ഫാക്ടർ ബിലോങ്സ്. ഈ ഒരു ഫാക്ടേഴ്സ്, ഈ ഒരു ഘടകങ്ങളൊക്കെ കാണുന്നത് ഏത് ഇക്കോസിസ്റ്റത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്ലാസിഫൈ ദ ഗിവൺ ഫാക്ടേഴ്സ് അക്കോർഡിംഗ് ടു പെക്യുലാരിറ്റീസ് അല്ലെ, അതിന്റെ പ്രത്യേകതകളുടെ അടിസ്ഥാനമാക്കിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. മലയാളത്തിലും മിസ് കാണിച്ചു തരാം. എന്താണ്? ഒരു കുട്ടി നിരീക്ഷിക്കുന്ന ആവാസ വ്യവസ്ഥയിലെ വ്യത്യസ്ത ഘടകങ്ങൾ ചുവടെ കൊടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ചോദിച്ചിട്ടുള്ളത് അത് ഏത് ആവാസ വ്യവസ്ഥയാന്നുള്ളതാണ്. അത് നമുക്ക് ഘടകങ്ങൾ വായിച്ചിട്ട് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യണം? തരംതിരിച്ച് പട്ടികയിലേക്ക് മാറ്റണം. നമുക്ക് ആ കുട്ടി കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കിയാലോ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. നെല്ലുണ്ട്, വെള്ളമുണ്ട്, തവള, വെട്ടുക്കിളി, വായു, ഞണ്ട്, മണ്ണ്, നീർക്കോലി, ബാക്ടീരിയ, ആൽഗ, പക്ഷി, അതുപോലെ നമ്മുടെ ഫംഗസ്. ഇത്രയും കാര്യങ്ങളെ ആ കുട്ടി എന്ത് ചെയ്തു? നോട്ട് ചെയ്തു എന്നാട്ടോ പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇത്രയും ജീവികളൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ ഇക്കോസിസ്റ്റം, ആ ആവാസ വ്യവസ്ഥ ഏതായിരിക്കും? നമുക്കറിയാലേ, നമ്മുടെ പാഡി ഫീൽഡ് അല്ലെങ്കിൽ നമ്മുടെ വയലൊക്കെ ആയിരിക്കും അല്ലെ. കാരണം എന്താണ്? ഇവിടെ നെല്ലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നെല്ല് വളരുന്ന സ്ഥലം എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വയൽ അല്ലെ, വയലാണ് നമുക്ക് ഓർമ്മ വരും. അപ്പൊ വയലിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. സോ നമുക്ക് ആവാസ വ്യവസ്ഥ എന്ത് പറയാം? നമ്മുടെ വയൽ അല്ലെ, പാഡി ഫീൽഡ് പറയാം. ഇനി രണ്ടാമത്തതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെ. എന്താണ്? ഈ തന്നിട്ടുള്ളതിനെ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? ക്ലാസിഫൈ ചെയ്യാൻ അല്ലെ, തരംതിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാ തരംതിരിക്കുക? നമുക്കറിയാം അല്ലെ, നമ്മൾ ഒരു ഇക്കോസിസ്റ്റത്തിൽ എങ്ങനെ തരംതിരിക്കാം? ബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടാവും, നമുക്ക് അബയോട്ടിക് ഫാക്ടേഴ്സും ഉണ്ടാവും അല്ലെ. മലയാളത്തിൽ എന്ത് പറയാം? ജീവിയ ഘടകങ്ങളും ഉണ്ടായിരിക്കും, അജീവീയ ഘടകങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കറിയാം ഏതൊക്കെയാണ് ഇവിടെ ഉള്ള ജീവിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ജീവനുള്ള എല്ലാത്തിനെയും നമുക്ക് എന്ത് പറയാം? ജീവിയ ഘടകങ്ങൾ അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞൂടെ. അപ്പൊ നമ്മുടെ പാഡി, നമ്മുടെ ഫ്രോഗ്, ഗ്രാസ് ഹോപ്പർ, ക്രാബ്, വാട്ടർ സ്നേക്ക്, ബാക്ടീരിയ, ആൽഗെ, ഫംഗസ്, ഇതൊക്കെ
ഇതൊക്കെ എന്താണ് നമ്മുടെ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണ്. എന്നാൽ അബയോട്ടിക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ എയർ, സോയിൽ, വാട്ടർ, ഇതൊക്കെ എന്താണ് നമ്മുടെ അബയോട്ടിക് ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഇനി നിങ്ങൾ നോക്കിയേ, ജീവിക ഘടകങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നെല്ല്, തവള, വെട്ടുക്കിളി, ഞണ്ട്, നീർക്കോലി, ബാക്ടീരിയ, ആൽഗ, ഫംഗസ് നമ്മൾ എഴുതി കഴിഞ്ഞു. അജീവിക ഘടകങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഏതൊക്കെ പറയാം നമുക്ക്? വായു, മണ്ണ്, വെള്ളം അല്ലെ. ഇതെന്തായാലും നമുക്ക് അറിയുന്നതാണ്. നമ്മുടെ എയറും സോയിലും വാട്ടറും ആണ് ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉണ്ടാവുന്ന അജീവിക അല്ലെങ്കിൽ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സൺലൈറ്റ് ഒക്കെ നമുക്ക് പറയാം, പക്ഷെ ഇവിടെ എന്ത് എഴുതിയിട്ടില്ല, ആ തന്നിട്ടുള്ള ലിസ്റ്റിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. ഇത് സെറ്റ് അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? എന്തായാലും എക്സാമിന് ചോദിക്കും ബയോട്ടിക് ഫാക്ടേഴ്സും അബയോട്ടിക് ഫാക്ടേഴ്സും. അപ്പൊ ജീവനുള്ളതൊക്കെ എന്താണ്? ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ജീവിക ഘടകങ്ങളാണ്. അല്ലാത്തതൊക്കെ എന്താണ്? അബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അജീവിക ഘടകങ്ങളാണ്. ക്ലിയർ ആണ്, സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഇത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അറേഞ്ച് ദ ഗിവൺ ഓർഗാനിസംസ് അക്കോർഡിംഗ് ടു ദ ടൈറ്റിൽസ് ഓഫ് ദ ടേബിൾ ഗിവൺ ബിലോ. നമുക്ക് അവിടെ ഒരു പട്ടിക അല്ലെ, ഒരു ടേബിൾ അവിടെ തന്നിട്ടുണ്ട്. അതിന് എന്തുണ്ട്? ഓരോന്നിനും തലക്കെട്ട് അല്ലെ, ഹെഡിങ്സ് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ളതിനെ എന്ത് ചെയ്യണം? അതിലേക്ക് തരം തിരിച്ച് ക്ലാസിഫൈ ചെയ്ത് എഴുതണം. എന്തിനൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം അല്ലെ നമുക്ക്. ഫംഗസ് ഉണ്ട്, ടൈഗർ അല്ലെ, കടുവയുണ്ട്, റാബിറ്റ് മുയലുണ്ട്, ബാക്ടീരിയ ഉണ്ട്, ടപ്പിയൊക്കെ മരച്ചീനി ഉണ്ട്, ഗ്രാസ് അഥവാ പുല്ലുണ്ട്. ഇത്രയും സാധനങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയായിട്ടാ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ഏതാണ് പ്രൊഡ്യൂസേഴ്സ് അഥവാ ഉൽപാദകർ, ഏതാണ് കൺസ്യൂമേഴ്സ് അഥവാ ഉപഭോക്താക്കൾ, ഏതാണ് നമ്മുടെ ഡീകമ്പോസേഴ്സ് അഥവാ വിഘാടകർ. ഇതാണ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് എപ്പോഴും എക്സാമിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുത്താലും കാണുന്നതാണ് ഇങ്ങനെ എന്ത് ചെയ്യാനുള്ളത്? ഒരു ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻസ് കേട്ടോ. അതല്ലെങ്കിൽ എന്താണ്? ജസ്റ്റ് പേര് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ആരാണ് ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗ്രീൻ പ്ലാന്റ്സ് അല്ലെ, ഹരിതസസ്യങ്ങൾ മാത്രമേ അവിടെ എന്ത് വരുന്നുള്ളൂ? ആൻസർ ആയിട്ട് വരുന്നുള്ളൂ. സോ നമുക്ക് ആരെയൊക്കെ പറയാം? നമ്മുടെ ഗ്രാസ് അല്ലെ, പുല്ലും പറയാം, നമ്മുടെ മരച്ചീനിയും നമുക്ക് അവിടെ ആൻസർ ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. അത് ആരൊക്കെയാണ്? നമ്മളൊക്കെ ഉപഭോക്താക്കളാണ് അല്ലെ, കൺസ്യൂമേഴ്സ് ആണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളിൽ ആരൊക്കെ വരും? നമ്മുടെ റാബിറ്റ് മുയലും വരും, നമ്മുടെ ടൈഗർ അല്ലെ, കടുവയും വരും. അതായത് വേറൊരാൾ എന്ത് ചെയ്യാണ്? ഫുഡായിട്ട് അല്ലെങ്കിൽ ആഹാരമാക്കി അതിന് എന്ത് ചെയ്യാണ്? ജീവിച്ചു പോവാണ് അല്ലെ. സോ അതൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് അഥവാ നമ്മുടെ ഉപഭോക്താക്കളാണ്. ഇനി ഇതാ നമ്മുടെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ആരാണ്? ഇതിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ വിഘടിപ്പിക്കുന്ന ആളുകൾ അല്ലെ. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഫംഗസും നമ്മുടെ ബാക്ടീരിയയും ഒക്കെ ഏത് കാറ്റഗറിയാണ് മക്കളെ? നമ്മുടെ വിഘാടകർ അഥവാ നമ്മുടെ ഡീകമ്പോസേഴ്സ് ആണ്. അപ്പൊ പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, അതുപോലെ നമ്മുടെ ഡീകമ്പോസേഴ്സ് അല്ലെ, ഉൽപാദകർ, ഉപഭോക്താക്കർ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വിഘാടകർ. ഇത് മൂന്നും എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് വരാറുണ്ട്? ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സെറ്റ് ആണെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുക? നാളെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ എക്സാം എഴുതുക. എല്ലാവർക്കും മിസ്സിന്റെ ഓൾ ദ ബെസ്റ്റ് കേട്ടോ.